നമസ്കാരം. ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിരങ്ങാൻ കോൺഗ്രസിനെ കിട്ടില്ല എന്ന് ഒരു 3-4 മാസം മുമ്പ് വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളെല്ലാം ഓർക്കുന്നു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പോകില്ലായിരിക്കും, പക്ഷെ പകരം ആളെ വിടും. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള NSS ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ദൂതുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കാല് പിടിക്കാൻ എത്തിയത് വന്ധ്യവയോധികനായ പ്രൊഫസർ PJ കുര്യൻ എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട PJ കുര്യൻ സാറാണ്. അദ്ദേഹം വന്നു, ജനറൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. സമദൂരത്തിൽ മാറ്റമില്ല എന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്നാണ് PJ കുര്യൻ അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ സമദൂരമല്ല, ശരിദൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിസത്തിനൊപ്പം, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ് എന്നാണ് നമ്മുടെ മണിച്ചേട്ടന്റെ വാദം. പക്ഷേ വെളിയിലിറങ്ങിയിട്ട് PJ കുര്യൻ പറഞ്ഞത് സമദൂരത്തിൽ മാറ്റമില്ല, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, NSSുമായി കോൺഗ്രസിന് പ്രശ്നങ്ങളൊന്നുമില്ല, കോൺഗ്രസ് ഏത് രീതിയിൽ NSSുമായി സഹകരിക്കാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ കാല് പിടിച്ച് നാണം കെടുന്നത്? എന്തായാലും ഇവരുടെ പിന്തുണ ഇടതുപക്ഷത്തിനാണ്, അന്ന് അങ്ങ് പിന്തുണയ്ക്കട്ടെ, ഞങ്ങൾ ബാക്കി നോക്കിക്കൊള്ളാം എന്ന് വിചാരിക്കുകയല്ലേ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ചെയ്യേണ്ടത്. കോൺഗ്രസിന്റെ പരാജയം ഇവിടെയാണ്. കോൺഗ്രസിന് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ അറിയാമായിരിക്കും, പക്ഷെ ചെയ്യുന്നില്ല. ഇതിനകത്ത് തങ്ങളെ വേണ്ട എന്ന് ഒരാൾ പറഞ്ഞാൽ വീണ്ടും പോയി കാല് പിടിച്ച് അയ്യോ ഞങ്ങളെ എടുക്കണേ എന്ന് പറയുന്നതിന്റെ ഒരു 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 മാന്യതയില്ലായ്മ, അല്ലെങ്കിൽ ഒരു 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 ഉളുപ്പ്, ചലിപ്പ്, ഇതൊന്നും കോൺഗ്രസിനില്ലേ. എന്തായാലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോ UDF ജയിക്കില്ല. ജയിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതോടുകൂടി കേരളം ഒരു ലീഗ് നാടായിട്ട് മാറും. ലീഗും SDPയും ഒക്കെ ഒരേ സെറ്റപ്പ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു വിഷയം വരുമ്പോൾ അവരെല്ലാം ഒന്നാകും. മതേതര പാർട്ടിയാണെന്ന് പറയും, മതപാർട്ടിയാണെന്ന് ലീഗിനും അറിയാം. അപ്പം കോൺഗ്രസ് ചുമ്മാ കാഴ്ചക്കാരെ നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ജയിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ടുകൂടി ആയിരിക്കാം ചിലപ്പോൾ സുകുമാരൻ നായർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മളതേക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല. എന്തൊക്കെയായാലും വീണ്ടും കാല് പിടിക്കാൻ പോയത് നാണക്കേട് തന്നെയാണ്. വി.ഡി. സതീശൻ പറഞ്ഞു വിടാതെ, അല്ലെങ്കിൽ വി.ഡി. സതീശനോ സണ്ണി ജോസഫോ പറയാതെ PJ കുര്യൻ സ്വന്തം ഇഷ്ടപ്രകാരം രാവിലെ കുളിച്ചൊരുങ്ങി ചങ്ങനാശ്ശേരി പെരുന്നയിലൊന്നും അദ്ദേഹം വരില്ല. അദ്ദേഹം അവിടെ ഒന്ന് സംസാരിക്കില്ല. സംസാരിച്ചത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. പിന്നെ തിണ്ണ നിരങ്ങില്ല, അരമന നിരങ്ങില്ല എന്നൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ, ഇതിനു മുൻപ് പലപ്പോഴും ആഹ്വാനം ചെയ്തതാണ്. കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോഴും ഒക്കെ തന്നെ ആഹ്വാനങ്ങൾ ധാരാളം CPMന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തന്നെ ഇതുപോലെ തിണ്ണ നിരങ്ങാൻ പോകുന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഈ സമുദായ സംഘടനകളുടെ ഒക്കെ പിൻബലം കൊണ്ട് മാത്രം ജയിക്കാം എന്നുള്ള ഒരു ധാരണ പൊതുവെ ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. പക്ഷേ അത് അപ്രസക്തമാണ് എന്നുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഈ നേതാക്കളൊന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് PJ കുര്യൻ ഇത്രയും പ്രായമുള്ള വ്യക്തിയല്ലേ, പറയുന്നതിന് മുൻപേ അങ്ങ് ഇറങ്ങി പുറപ്പെടാമോ? അപ്പൊ PJ കുര്യനെ കാല് പിടിക്കാൻ വിട്ടിട്ട് സതീശൻ ദൂരെ മാറിയിരുന്ന് നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. PJ കുര്യൻ പോയാലേ ശരിയാവും. കാരണം അദ്ദേഹം ഒരു വളരെ മിതമായിട്ടൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്, അധ്യാപകനായിരുന്നു. നല്ല രീതിയിലൊക്കെ അദ്ദേഹത്തിനെതിരെ വേറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വന്ന കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും PJ കുര്യനെ കാല് പിടിക്കാൻ വിട്ടിട്ട് സതീശൻ മാറിയിരിക്കുകയാണ്. മാറിയിരുന്ന് നോക്കിയതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത PJ കുര്യന് പകരം വേറെ ആരെങ്കിലും വിടുന്നത് കണിച്ചുകുളങ്ങരയിലേക്കായിരിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ പാതാരവിന്ദങ്ങൾ സേവിക്കാനായിരിക്കും. ഈ സമുദായ നേതാക്കൾ ഇത്തരത്തിൽ വലിയ ധാർഷ്ട്യവും അല്ലെങ്കിൽ അവരുടേതായ ചില രീതികളും കാണിക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ കാലം പിടിക്കുന്നതുകൊണ്ടാണ്. രാഷ്ട്രീയക്കാർ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, പണ്ടത്തെ കാലമൊന്നുമല്ല. സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിനെ വോട്ട് ചെയ്യൂ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെങ്കിലും അങ്ങനൊന്നും ചെയ്യുന്ന കാലം പോയി. എന്റെ സെക്രട്ടറി പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സമുദായ നേതാവ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല, എനിക്ക് സൗകര്യം പോലെ ഞാൻ വോട്ട് മാറ്റി ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടം ഒക്കെ പോയി. പ്രത്യേകിച്ചും യുവ ജനതയ്ക്കിടയിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. രാഷ്ട്രീയക്കാര്, നിങ്ങൾ കോൺഗ്രസ്സുകാരെന്ന് ഇറങ്ങി നിങ്ങളുടെ സ്വാധീനത്തിലുള്ള കുറച്ച് സാധാരണ നിഷ്പക്ഷരായ യുവാക്കളോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഈ സമുദായ നേതാക്കൾ പറയുന്ന വോട്ട് ചെയ്യുമോ? ചെയ്യില്ല എന്നേ അവർ പറയും. കാരണം അങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ പുതിയതായി രൂപപ്പെട്ടു വരുന്നത്. രാഷ്ട്രീയവാദമൊന്നുമല്ല, പക്ഷെ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. PJ കുര്യനെ കാല് പിടിക്കാൻ വിട്ടിട്ട് ഒളികണ്ണിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കിയത് കൊണ്ടോ, സണ്ണി ജോസഫ് മാറിയിരുന്ന് ഒന്നും മിണ്ടാതിരുന്ന് ചിരിച്ചത് കൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. UDF എന്ന സംവിധാനവും കോൺഗ്രസ് എന്ന സംവിധാനവും ഏതാണ്ട് സമ്പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. അപ്പൊ പിന്നെ
BJP കുറച്ച് സീറ്റുകളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നത് കേട്ടു 10 സീറ്റ് മുതൽ 20 സീറ്റ് വരെ പിടിക്കാനുള്ള പല പ്രദേശങ്ങളിലും അതിനുള്ള ശക്തിയും അതിനുള്ള കരുത്തും ഒക്കെ BJP ആർജിച്ചിട്ടുണ്ട്. അത് BJPയുടെ കാര്യം. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇടതുപക്ഷം തന്നെയല്ലേ വരികയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ രാഷ്ട്രീയ ബോധം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെങ്കിലും വേണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.